മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിപ്പും ഉള്ളിയും വെച്ചിട്ടൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ടൊരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതിനെ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10-25 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, അതും കൂടി ഒന്ന് അരിഞ്ഞ് ഇത് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാമേ, ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു തക്കാളി, ഇച്ചിരി വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടി അരിഞ്ഞിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു നെല്ലിക്ക വലിപ്പമല്ല, അതിലും കൂടി ഇച്ചിരി കൂടി ഒന്ന് വലിപ്പത്തിൽ ഇച്ചിരി പുളി എടുത്ത് വെള്ളത്തിൽ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നല്ലപോലെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളയ്ക്കണേ. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കായം ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കണേ. കായത്തിൻ്റെ മണം വേണം ഉള്ളി സാമ്പാറിൽ മുന്നിട്ട് നിൽക്കാൻ. അതും കൂടെ ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് നമുക്ക് 1 വിസിൽ കേൾക്കുന്ന രീതിയിൽ വെക്കാം. ഒരു വിസിൽ കേട്ടതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് തിള വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഉള്ളിയൊക്കെ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് വറവിട്ട് കൊടുക്കാമേ. ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഇച്ചിരി കൂടുതൽ വറ്റൽമുളക് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാവേ. എന്നിട്ട് അതൊന്ന് വറണ്ട് വന്നതിന് ശേഷം ഒന്ന് മൂത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് അത് നമ്മൾ കഴിക്കപ്പോഴത്തേക്ക്, കാരണം വേറെ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. എന്നിട്ടൊരു 1/2 സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്കതിനൊന്ന് ഇളക്കി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സാമ്പാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണേ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.